ഞാൻ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറയുകയുണ്ടായി, ഈ ആത്മാവിനെയും മനസ്സിനെയും അതിൻ്റെ കൂടെ ശരീരത്തെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് മനുഷ്യന് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതിനേറ്റവും നല്ല ഒരു സന്ദർഭമാണ് പരിശുദ്ധ റമളാൻ നമുക്കൊക്കെ നൽകുന്നത് എന്ന് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇതേക്കുറിച്ചുള്ള ഒരു ലിറ്ററേച്ചറൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നാം കാണുന്നത് പല മാരക രോഗങ്ങളും, ചെറിയ രോഗങ്ങൾ മുതൽ മാരകമായ രോഗങ്ങൾ വരെ വരുന്നത് മനസ്സിൻ്റെ സംസ്കരണത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ സംസ്കരണത്തിൻ്റെ കുറവ് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെറിയ ചെറിയ സ്കിൻ ഡിസീസസ്, എക്സീമ, അല്ലാന്നുണ്ടെങ്കിൽ ചില ശാരീരിക രോഗങ്ങൾ, ബ്രോങ്കിയൽ ആസ്മ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഹൈ ബ്ലഡ് പ്രഷർ, അതേപോലെ തന്നെ ഡയബറ്റിസ്, ഈ രോഗങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാം. ഇത് ഒരു മനസ്സിൻ്റെ പിരിമുറുക്കം കൊണ്ട് പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വയറിലുള്ള അൾസേഴ്സ്, ഇതൊക്കെ പലപ്പോഴും ആസിഡൊക്കെ കൂടുന്നത് തന്നെ ഇതേപോലെയുള്ള മനസ്സിൻ്റെ പിരിമുറുക്കം കൊണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ ഡോക്ടർമാർ തന്നെ പലപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ മനസ്സിന് ടെൻഷൻ കൊടുക്കരുത് എന്ന്. ചിലപ്പോഴൊക്കെ യോഗ ചെയ്യാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ പറയാറുണ്ട്. ഇത് ഒക്കെ ചില ചെറിയ രോഗങ്ങളാണ്. പക്ഷേ അടുത്ത കാലങ്ങളിലൊക്കെയുള്ള ചില റിസർച്ചിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് മാരകമായ രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയ രോഗം വരെ ഇത്തരത്തിലുള്ള പിരിമുറുക്കം കൊണ്ടുണ്ടാകാമെന്നുള്ളതാണ്. മനസ്സിനെ നിയന്ത്രിക്കുക, ആത്മാവിനെ നിയന്ത്രിക്കുക. അതുകൊണ്ട് പലപ്പോഴും തലച്ചോറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പല ഹോർമോൺസും അത് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിൽ വ്യത്യാസം വന്നുകൊണ്ട് രോഗമുണ്ടാകാനോ അല്ലെങ്കിൽ അത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റാനോ നമുക്ക് പറ്റും. അപ്പോൾ അതായിരിക്കണം നമ്മളുടെയൊക്കെ ലക്ഷ്യം. റമളാൻ മാസത്തിൽ പൊതുവേ നാം മനസ്സിന് സമാധാനം കൊടുക്കുവാനുള്ളൊരു മാസമാണിത്. പരിശുദ്ധ മാസത്തിൽ നമ്മുടെ സൃഷ്ടാവിനോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് മനസ്സിന് ഏകാഗ്രത കൊടുക്കാം, മനസ്സിന് സമാധാനം നൽകാം. ആ സമയത്ത് വരുന്ന ചിന്തകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു ഹോർമോൺസും മറ്റും ഒരു വർഷം തുടർച്ചയായി നമ്മളുടെ ശരീരത്തിൽ രോഗമില്ലാതാക്കുവാനുള്ളൊരു സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ പരിപൂർണമായ ഏകാഗ്രതയോടുകൂടി സർവശക്തനുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റിൽ, ഡയറക്റ്റ് കോണ്ടാക്റ്റ് വിത്ത് ഹിം, പ്രത്യേകിച്ച് റംസാൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ താഴോട്ടിറങ്ങി വന്ന് നമ്മളുടെ അടുത്ത്, ഏറ്റവും അടുത്ത് വരുന്ന ഒരു സന്ദർഭമാണ്. എല്ലാ കാരുണ്യങ്ങളും നമുക്ക് നൽകുവാനുള്ള ലൈലത്തുൽ ഖദറുമായുള്ള മാസങ്ങളൊക്കെ ഉള്ള അവസാനത്തെ 10 നമ്മൾ പരിപൂർണമായിട്ട് ഏകാഗ്രതയോടുകൂടി രാത്രി മുഴുവൻ നമുക്ക് ഏകാഗ്രതയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുവാനും ദൈവവുമായി നേരിട്ട് സംവാദിക്കുവാനും നമ്മളുടെ പ്രശ്നങ്ങൾ പറയുവാനും പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള സാഹചര്യമുണ്ട്. അത് പരിപൂർണമായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് വെറും ആത്മാവിനെയോ മനസ്സിനെയോ അല്ല, നമ്മളുടെ ശരീരത്തിനെ തന്നെ ബാധിക്കുന്ന റമളാൻ മാസത്തിലെ ഈ ഹെൽത്തി റമദാൻ്റെ ഏറ്റവും നല്ല ഒരു അന്തസത്ത ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിലേറ്റവും മെച്ചപ്പെട്ട ഏറ്റവും നല്ല കാര്യം.